നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള സിലബസ് 11ാം ക്ലാസ്സിലെ പത്തർ കി ബെഞ്ച് എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ചന്ദ്രകാന്ത് ദേവതാലെ എഴുതിയ ഒരു സമകാലീന കവിതയാണ് പത്തർ കി बेंच. कविता पढ़ने से पहले हमें चंद्रकांत देवताले के बारे में कुछ समझना है. ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. श्री चंद्रकांत देवताले का जन्म 7 नवंबर 1936 मध्य प्रदेश के बैतूल जिले में हुआ था. समकालीन हिंदी कविता में चंद्रकांत देवताले का आदरणीय स्थान है. സമകാലീന ഹിന്ദി കവിതകളിൽ ചന്ദ്രകാന്ത് ദേവതാലയുടെ കവിതകൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലെ ബേത്തൂൽ ജില്ലയിൽ ആണ് ജനിച്ചത്. हिंदी साहित्य में उन्होंने PhD की उपाधि प्राप्त की. हिंदी साहित्य PhD അദ്ദേഹം നേടിയിട്ടുണ്ട്. उनकी प्रमुख रचनाएं हैं हड्डियों में छिपा ज्वर, बारों पर खून से, लड़क बखा हंस रहा है, रोशनी की मैदान की रफ, भूखंड तब रहा है, आग हर चीज़ में बधाई गई थी, पत्थर की बेंच, उसके सपने, इतनी पत्थर रोशनी, उजाड़ में संग्रहालय, पत्थर बेंग रहा हूँ, आकाश का जाद बना भैया आदि उनकी प्रमुख रचनाएं हैं. അദ്ദേഹത്തിന് പലതരം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുക്തിബോധ് ഫെലോഷിപ്പ്, മോഹൻലാൽ ചതുർവേദി കവിതാ പുരസ്കാർ, മധ്യപ്രദേശ് ശാസൻ കാ शिखर सम्मान, सृजन भारती पुरस्कार, कविता समय पुरस्कार आदि पुरस्कार भी उन्हें प्राप्त हुआ है. उन्होंने अपने समय के यथार्थ को अत्यंत हृदयस्पर्शी कलात्मक अभिव्यक्ति दी. അദ്ദേഹം സമകാലീന ജീവിത യാഥാർത്ഥ്യങ്ങളെ അത്യന്തം ഹൃദയസ്പർശിയായ നിലയിൽ വളരെ കാവ്യാത്മകമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കവിത ജനവാദി സോച്ച് സെ അമൃത് ഹെ. ഇതിൻ്റെ കവിത സാധാരണ ജനങ്ങളുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതാണ്. പത്ഥർ കി ബെഞ്ച് ഉസി പ്രകാർ കി ഏക് കവിത ഹെ, സമകാലീന കവിത ഹെ. ഈ കവിത ഫോക്കസ് ഏരിയയിലുള്ള പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടിപ്പണി എഴുതാനോ ആശയം വിപുലമാക്കാനൊക്കെ ചോദിക്കാം. സംവാദലേഖൻ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും 1-2 സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ 1-2 കവിതകളുടെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ പേരും അദ്ദേഹം ജനിച്ച സ്ഥലവും അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് എഴുതി ചേർക്കാവുന്നതാണ്. സമകാലീന കവിത ബേകസൂർ ആദ്മി കി ആവാസ് ഹേ. ഈ സമകാലീന കവിത എന്ന് പറയുന്ന നിരപരാധികളായ പാവപ്പെട്ട ആളുകളുടെ ശബ്ദമാണ്. समकालीन कवि शांत और संयम स्वर में मानवीय संवेदना को पेश करता है. ഈ സമകാലീന കവികൾ എന്ന് അവർ ചെയ്യുന്നത് ശാന്തമായ വളരെ സംയമനത്തോടു കൂടിയും മനുഷ്യൻ്റെ സംവേദനകളെ നല്ല രീതിയിൽ അഭിവ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പത്ഥർ കി ബെഞ്ച് കവിത में വർത്തമാന പീढ़ी की पुकार को देवताले ने वाणी दी है. ഈ പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം ഇന്നത്തെ തലമുറയുടെ നിലവിളിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്ഥർ കി ബെഞ്ച്. पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप रहा है. इस कविता में ഈ കവിതയിൽ ഒരു പാർക്കിൽ കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ച്, ആ ബെഞ്ചിൻ്റെ കഥയാണ്. ആ ബെഞ്ചിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ടാകാം, ആ ബെഞ്ചിന് ആരുടെയൊക്കെ സ്വപ്നങ്ങളും കവിതകളും മനോഭാവങ്ങളും മാനസിക വികാരങ്ങളും മനോഭാവങ്ങളും എല്ലാം ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർക്ക് എന്ന് പറയുന്നത് സാർവജനിക് സ്ഥാൻ ഹേ, ഒരു പൊതുസ്ഥലമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുസ്ഥലങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പൊതുസ്ഥലങ്ങളുടെ പേരിൽ ഒരുപാട് സംഘർഷങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൂടിയാണ് ഈ കവിതയിൽ കവി വ്യക്തമാക്കുന്നത്. സുനിയെ പത്ഥർ കി ബെഞ്ച്. പത്ഥർ കി ബെഞ്ച് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ബെഞ്ച്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള ബെഞ്ച്. ഇപ്പം അത് കല്ലിൻ്റെ സ്ഥാനം
ഭൂരിപക്ഷവും സിമൻ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ജിസ്പർ രോത്താ ഹുവ ബച്ച, അതിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിസ്കുട്ട് കുതിർത്ത് ചുപ് ഹോ രഹാ ഹെ, അവനൊരു ബിസ്ക്കറ്റ് കിട്ടി, അത് പതുക്കെ കാർന്ന് തിന്നുക. കുതിർന ബിസ്കുട്ട് ബിസ്ക്കറ്റ്, കുതിർത്തെ ചുപ് ഹോ രഹാ ഹെ, അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ അത് കാർന്ന് തിന്നുകൊണ്ട് അവൻ നിശബ്ദനായി, മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അവന് വിശന്നിട്ടാണ് അവൻ കരഞ്ഞത്. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗത്തിൽ ആ വിശക്കുന്ന കുട്ടിയുടെ രൂപമാണ് ആ കല്ലിന് ദർശിക്കാൻ കഴിഞ്ഞത്, ആ പത്ഥറിൻ്റെ ബെഞ്ചിന് അനുഭവപ്പെട്ടത്. और अगला जिस पर एक धक्का युवक अपने कुचले हुए सपनों को सहला रहा है, उस बेंच पर एक धक्का हुआ युवक रौंदे हुए, कुचले हुए रौंदे हुए ചവിട്ടി മെതിക്കപ്പെട്ട अपने सपनों को सहला रहा है, തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട തൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട് ഇരിക്കുന്നു. जिस पर हाथों से आंखें टांप एक रिटायर्ड बूटा भर दोपहरी सो रहा है, बेंचिल ഒരു एक रिटायर्ड बूटा उस बेंच पर लेटकर अपने हाथों से आंखें टांप कर भरी दोपहरी में सो रहा है. അതായത് ആ ബെഞ്ചിൽ ഒരു റിട്ടയേർഡായിട്ട് ഒരു മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ മൂടി നട്ടുച്ചയ്ക്ക്, ഭർ ദോപ്പഹരി കാർത്ത് ഹെ, നട്ടുച്ച സമയത്ത് ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നു. ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നു. ജിസ് പർ ദോനോം സിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹേ, ആ ബെഞ്ചിൽ തന്നെ ദോനോം രണ്ടുപേര് जिंदगी के सपने बुन रहे हैं, हम जिंदगी के सपने बुन रखने वाले दोनों कौन है, ഒന്നുകിൽ ഒരു പ്രണയ ജോഡികളാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാകാം. അവരെയാണ് ഇവിടെ ദോനോം എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ബുൻ രഹേ ഹേ, സപ്പന സ്വപ്നം, ബുൻ രഹേ ഹേ എന്ന് വെച്ചാൽ നെയ്തുകൊണ്ടിരിക്കുന്നു. ആ നവമിഥുനങ്ങൾ അല്ലെങ്കിൽ ആ ജോഡികൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു അതേ ബെഞ്ചിൽ തന്നെ. പത്ഥർ കി ബെഞ്ച് ജിസ് പർ അങ്കിത് ഹേ ആസു ധക്കാൻ വിശ്രാം ഔർ പ്രേം കി സ്മൃതിയാം, ഒരേ ബെഞ്ചിൽ തന്നെ, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൽ അങ്കിത് ഹേ, അങ്കിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിട്ടിരിക്കുന്നു, ആലേഖനം ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? ആസു, ആദ്യത്തെ ഭാഗത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ ആസു. और दूसरे धक्कान, अपने सपनों को सहलाते हुए युवक, धक्कान पर युवक बैठा है. और तीसरी पेड़ बूटा, वहाँ दोपहर में, यहाँ दोपहर का समय है, ഉച്ച കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൻ്റെ ഏകദേശം ഉച്ച കഴിഞ്ഞു, അവസാനമാകാറായി, ആ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അത് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, ജീവിതത്തിൻ്റെ അവസാന വിശ്രാമകാലം ആ ബെഞ്ചിൽ കഴിച്ചു കൂട്ടുന്നു. ഔർ പ്രേം കി സ്മൃതിയാം, ഇവിടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് അത് നെയ്തുകൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? കണ്ണുനീര്, ക്ഷീണം, വിശ്രമം, സ്നേഹം, ഇവയുടെ ഓർമ്മകളെല്ലാം ആ കല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആगे सुनिए, इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला, इसे उघाड़ कर ले जाया अथवा तोड़ भी जा सकता है, पता नहीं सबसे पहले कौन आसीन हुआ होगा इस पत्थर की बेंच पर. हम कवि कहता है, इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. ഇന്ന് പിടിച്ചുപറിക്കും വഞ്ചനയ്ക്കും വേണ്ടി ഹത്യകളും കൊലപാതകങ്ങൾ, ഹത്യ കാ മതലബ് കൊലപാതകങ്ങൾ, ഓരോന്നും കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളും പരമ്പര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കവി പറയുകയാണ്, ഇസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി ശുരു ഹോ സക്താ ഹെ കിസി ദിൻ ഹത്യാവോം കി സിൽസില. അപ്പോൾ ഈ പത്തർ കി ബെഞ്ചിന് വേണ്ടിയും ഈ പാർക്കിലുള്ള ഈ ബെഞ്ചിന് വേണ്ടിയും ഒരിക്കൽ ഒരു കൊലപാതകത്തിൻ്റെ സിൽസില ആരംഭിച്ചേക്കാം. ഉസേ ഉഘാട് ഘർ ലേ ജായ, ഒരുപക്ഷെ ഇതിനെ വേരോടെ തന്നെ, ഉഘാട് ഘർ ലേന ഇസ്കാ മതലബ് വേരോടെ പിഴുതെറിയുക, ഒരുപക്ഷെ ഈ കല്ലിനെ വേരോടെ
പിഴുതെറിഞ്ഞേക്കാം. അതായത് ഈ കല്ല് എന്ന് പറയുന്നത് പൊതുസ്ഥലമാണ്, അവിടെ എല്ലാവർക്കും വന്ന് ഇരിക്കാം. എന്നെങ്കിലും ഒരു ദിവസം ഈ പൊതുസ്ഥലത്തെ ആരെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടി വന്ന് കൈയടക്കിയേക്കാം എന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അഥവാ തോട് ബി ജാ സക്താ ഹെ, അല്ലെങ്കിൽ ഇതിനെ ആ കല്ലിനെ പൊട്ടിച്ചു കളയാം, അതിനെ നശിപ്പിച്ച് കളയാം. പതാ നഹി സബ്സെ പഹലെ കോൻ ആസീൻ ഹുവാ ഹോഗ ഇസ് പത്തർ കി ബെഞ്ച് പർ. ആർക്കറിയാം ഏറ്റവും ആദ്യം ഈ ബെഞ്ചിൽ ആരായിരിക്കാം ഇരുന്നിട്ടുണ്ടാകുക എന്ന് അറിയില്ല. ആർക്കറിയാം ആരാണ് ഈ ബെഞ്ചിൽ ആദ്യം ഇരുന്നതെന്ന്. ഹമേം പതാ നഹി. എന്തു തന്നെയായാലും ബെഞ്ചിൽ കുട്ടി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആരംഭമാണ്, മോർണിംഗ് ആണ്. അവർ യുവ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാലഘട്ടമാണ്. അവർ വൃദ്ധാവസ്ഥ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമാണ്, ഉച്ച കഴിഞ്ഞ സമയമാണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അസ്തമിക്കാൻ അധികം നേരമില്ല എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കവിതയിൽ ഭർ ദോപഹരി മേ സോരഹാഹേ വൃദ്ധ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അങ്കനം ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ആ കല്ലിന് വേണ്ടി എന്നാണാവോ ഒരു പുതിയ യുദ്ധം മുര അല്ലെങ്കിൽ ഒരു ഹത്യയുടെ പരമ്പര ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ എന്നാണാവോ ഈ പൊതുസ്ഥലം, പാർക്ക് എന്ന് പറയുന്നത് പൊതുസ്ഥലമാണ്, അത് എന്നാണാവോ ആരെങ്കിലും ഒരാൾ കൈയടക്കുന്നത് എന്ന് കവി പറയുന്നു. ആകെ അനുവർത്തി कार्य है. पहला अनुवर्ती कार्य, पत्थर की बेंच पर कौन कौन बैठे है, उनकी സംവേദനയെ ക്യാ ക്യാ ഹേ. ആ ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരുന്നിട്ടുള്ളത്, അവരുടെ സംവേദനകൾ, വികാരങ്ങൾ എന്തൊക്കെയാണ്. പത്ഥർ കി ബെഞ്ച് पर एक बच्चा, एक युवक और एक बूढ़ा और दो जोड़े बैठे हैं. यहाँ बच्चा रोता है, यहाँ आंसू की संवेदना है. युवक धक कर अपने कुचले हुए सपनों को सहलाता है. യുവാവ് അവിടെ തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ താലോലിച്ചു കൊണ്ടിരിക്കുന്നു. और बूढ़ा रिटायर होने के बाद दोपहरी में सोता है. വൃദ്ധൻ റിട്ടയർമെൻറ്റിന് ശേഷം ഉള്ള തൻ്റെ ജീവിതം ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. प्रणय जोड़ी या पति पत्नी अपने जिंदगी की सपने बुना रहे हैं. इस प्रकार आंसू, थकान, विश्राम और प्यार आदि की संवेदनाएं उनकी होती है. पत्थर की बेंच किसका प्रतीक है? पत्थर की बेंच എന്തിൻ്റെ പ്രതീകമാണ്? पत्थर की बेंच उस थोड़ी सी सुविधा के प्रतीक है जो समाज के कमजोर व्यक्तियों को कभी कभी मिल जाया करती है. പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ചിലപ്പോഴൊക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ സൗകര്യങ്ങളുടെ പ്രതീകമാണ്. അതായത് പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തമായിട്ടൊരു പൂന്തോട്ടമോ സ്വന്തമായിട്ടൊരു പാർക്കോ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങൾ, പൊതുവായിട്ടുള്ള സാർവജനിക സ്ഥാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന ചെറിയ സൗകര്യങ്ങളുടെ പ്രതീകമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. കവിത പഠ്കർ ഭരെ ജൈസെ ബച്ച സോരഹാ ഹെ ബിർ ഭി ബിസ്കുട്ട് കുതർത്താ ഹെ. യുവക് ധക്കാ ഹുവാ ഹെ ബിർ ഭി ഉജലെ സ്വപ്നോം കോ സഹലാത്താ ഹെ. ഇവിടെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും കുട്ടി ആ ബിസ്ക്കറ്റ് ചവച്ചുകൊണ്ടിരിക്കുന്നു, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. യുവക് ക്ഷീണിതനാണ്, എന്നിട്ടും തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ താലോലിച്ചു കൊണ്ടിരിക്കുന്നു. ബൂട്ടെ അപ്പനി ആംഗോം കോ ഹാത്തോം സെ ഠാപ് ലിയാ ഹെ ബർ ഭി ദോപഹരി മേ സോതാ ഹെ. ആ ഉച്ച സമയത്ത് ഉറങ്ങുന്നു. അഗലാ ഹെ പത്ഥർ കി ബെഞ്ച് കാ കവി ക്യോം ആശങ്കിത് ഹെ. കവി എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത്? സഭി കെ മൻമേ കഭി കഭി പുരാനി സ്മൃതിയാം ജാഗ്രത ഹോത്തി ഹെ. എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പോഴൊക്കെ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഉണർന്നു വരും. യഹാ കവി പാർക്ക് കെ വർഷവും പുരാനി ഏക് ബെഞ്ച് കെ ബാരെ മേ ബതാതാ ഹെ. ഇവിടെ കവി പാർക്കിലെ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബെഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഉസ് പർ കിത്തനി പീഡിയോ കെ സുഖ ദുഃഖ പ്രേം അവസാദ് വിശ്രാം ഉത്സാഹ കി സംവേദനശീൽ ഛവിയാം സ്മൃതിയാം ഹെ.
ആ ബെഞ്ചിൽ എത്രയോ തലമുറകളുടെ സുഖദുഃഖങ്ങളും പ്രേമവും, അവസാദ് കാ മതലബ് ഹെ വിഷാദം, വിഷാദവും, വിശ്രാം എന്ന് വെച്ചാൽ വിശ്രമവും ഉത്സാഹവും കൊണ്ടുള്ള സഹാനുഭൂതിപൂർവമുള്ള ഒരുപാട് ഛവിയാം മീൻസ് ഛായകൾ, സ്മരണകൾ ഇങ്ങനെ ആ ബെഞ്ചിൽ ഒളിഞ്ഞിടക്കുന്നു. എത്ര തലമുറയിലുള്ള ആളുകളുടെ അനുഭവമാണ്, സ്മരണകളാണ്, ഛായകളാണ് ആ ബെഞ്ചിൽ ഉറങ്ങിക്കിടക്കുന്നത്. കിസിക്കോ പതാനാക്കി കി എക്ക് കബ് അവർ കിസ്നെ ബനായി ഹേ. കവിക്കറിയില്ല ഈ ബെഞ്ച് എപ്പോൾ ആരാണ് ഉണ്ടാക്കിയതെന്ന്. कवि की आशंका एक है कि आज के स्वार्थी मानव इस पत्थर की बेंच को उघाड़ ले जाए या तोड़ दे. കവിയുടെ മനസ്സിലെ ആശങ്ക ഇതാണ്, ഈ പത്തർ കി ബെഞ്ച് വരെ എപ്പോഴാണോ ഇവിടെ നിന്ന് അതിനെ ഉഘാഡ് ലേ ജായേയും, ഉഘാഡ് ലേ ജായെന്ന് വെച്ചാൽ വേരോടെ പിഴുതെറിയുക അഥവാ തോഡ്ദേയും പൊട്ടിച്ചെറിയുക എന്ന് അറിയില്ല. അതാണ് കവിയുടെ മനസ്സിലെ ആശങ്ക. ദേഖേം अपने इलाके के मैदान में खड़े ये मित्रगण चिंतित है, इनसे हमदर्दी जताते हुए ചിത്രവാചൻ കരേ. നോക്കിയ ആ മൈതാനത്തിൽ നിൽക്കുന്ന ആ കുട്ടികൾ, ആ മിത്രങ്ങൾ, സുഹൃത്തുക്കൾ വളരെയേറെ ദുഃഖിതരാണ്. അവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് ചിത്രം വായിക്കുക. അതായത് ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? യഹാം ഏക് മൈതാൻ ഹേ, അതൊരു മൈതാനമാണ്. ബച്ചെ ഷാം കോ യഹാം ഖേലാ കർത്തേ ദേ, കുട്ടികളിവിടെ വൈകുന്നേരങ്ങളിൽ കളിക്കാറുണ്ട്. किसी आदमी को कारखाना बनाने के लिए अभी यहाँ से मिट्टी खोदने का काम चल रहा है. അപ്പോൾ ഏതോ ഒരാൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ, ഫാക്ടറി ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് മണ്ണ് കോതനാന്ന് വെച്ചാൽ കുഴിച്ചെടുക്കാം, കോതനേക്കാ കാം ചൽ രഹാഹേ, അവിടെ മണ്ണ് കോരിയെടുത്തുന്ന ജോലി, മണ്ണ് കുഴിച്ചെടുക്കുന്ന ജോലി തുടരുന്നുണ്ട്. അപ്പനെ കേൾക്കാം മൈതാൻ നഷ്ട് ഹോത്തെ ദേക്കർ ബച്ചെ ചിന്തിത് ഹേ. അപ്പോൾ ആ കുട്ടികൾ എപ്പോൾ വരെ അവർക്കിവിടെ കളിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഈ മൈതാനം ഇപ്പോൾ തന്നെ നഷ്ടമാകും, എപ്പോഴാണ് നഷ്ടമാകുക എന്നതിൽ ആ കുട്ടികളെല്ലാം ചിന്തിതരാണ്. അതാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക്, ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് സാർവജനിക സ്ഥാനവും കോ ഹറേക്ക് ദിൻ നഷ്ട ഹോത്തെ ജാ രഹേ ഹേ. നമ്മുടെ സമൂഹത്തിൽ പൊതുസ്ഥലങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മൈതാൻമേ ഖേൽത്തെ ഹുയെ ബച്ചെ ബി ബഹോത് ചിന്തിത് ഹേ. ആ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെയേറെ ചിന്തിതരാണ്. യേ ലഡ്കിയെ ലഡ്കിയാം ക്യോം ചിന്തിത് ഹേ, അപ്പനെ ഖേൽ കി ജഗഹ് നഷ്ട ഹോത്തെ ദേക്കർ ലഡ്കിയെ ലഡ്കിയാം ചിന്തിത് ഹേ. ആ തങ്ങളുടെ കളിസ്ഥലം നഷ്ടമാകുന്നത് കണ്ടിട്ടാണ് അവർ ചിന്താകുലരാകുന്നത്. ക്യോങ്കി ഉനെ ഐസാ ലഗ്താ ഹേ കി കബ് തക് ഉനെ യഹാം ഖേൽ സക്തേ ഹേ. എപ്പോൾ വരെ അവിടെ കളിക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയില്ല. അതോർത്തിട്ടാണ് അവർ ചിന്തിതരാകുന്നത്. യേ ക്യാ സോച്ച് രഹേ ഹോങ്കെ, അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിരിക്കുക. ഈ ലോകോനെ ക്യോം ഏസാ കിയ, ആളുകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. ഇസ് മൈതാൻ സെ മിട്ടി കോത്കർ യേ ലോക് യഹാം ക്യാ ബനാനാ ചാഹത്തെ ഹേ. ഇവിടെ മണ്ണ് കുഴിച്ച് ഈ ആളുകൾ ഈ എന്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. യേ ലോക് ക്യോം ഇസ് തരഹ് പൃഥ്വി കോ ബർബാദ് കർ ഡാൽത്തെ ഹേ. ഈ ആളുകൾ ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹം ക്യാ ഖേലെ കഹാം ഖേലെ, ഞങ്ങൾ എവിടെ കളിക്കും. ഇസ് തരഹ ഏക് ഖുല മൈതാൻ കഹാം ഹോഗ, ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള തുറന്ന ഒരു മൈതാനം എവിടെ നമുക്ക് കിട്ടും. ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം ആ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാകുക. ഹമാരെ പാസ് ഏസി ജഹാം കോൻ കോൻ സി ഹേ, നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഏതൊക്കെ സ്ഥലങ്ങളാണ് പൊതുവായിട്ടുള്ളത്. ഗാവോമേ കുച്ച് ഐസേ മൈതാൻ ദേഖ് സക്തേ ഹേ അല്ലേ. ഹമാരെ യഹാം ഗാവോമേ ऐसे ऐसे छोटे छोटे मैदान देख सकते हैं. सार्वजनिक स्थान के नष्ट हो जाने पर क्या नुकसान होता है. ഈ പൊതുസ്ഥലങ്ങൾ നഷ്ടമായാൽ എന്താണ് സംഭവിക്കുക, എന്ത് ഹാനികൾ ഉണ്ടാകും. ऐसे सार्वजनिक स्थानों में शाम को बच्चे खेलते थे. ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിലാണ് വൈകുന്നേരം കുട്ടികൾ കളിക്കുന്നത്. ബൂഠേ ബാത്തേം കർത്തേ ഥേ, അപ്പോൾ ഈ വയസ്സന്മാരൊക്കെ വന്നിരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോകോങ്കി കുച്ച് ബൈഠകയും ഭി ചൽത്തി തീ, ആളുകളുടെ സിറ്റിങ്സും അവിടെ നടക്കാറുണ്ട്. ഏസി ജഗഹേ നഷ്ട ഹോനെ പർ ലോകോങ്കോ ഇൻ ബാത്തോം കെ ലിയെ കോയി അന്യ സ്ഥാൻ ടൂട്ട്ന പടേക. അപ്പോൾ ഈ സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് കളിക്കാനും വയസ്സായ ആളുകൾക്ക് വന്നിരുന്ന് വർത്തമാനം പറയാനും മീറ്റിങ്ങുകൾ കൂടാനും ഒക്കെ ആയിട്ട് വേറെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും.
സങ്കേതം കെ ആധാർ പർ ലേഖ് ലിഖേ. കൊടുത്തിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ഒരു ലേഖനം എഴുതാൻ. എന്താണ് വിഷയം? സമാജ് നിർമ്മാൺ മേ സാർവജനിക് ജഗഹോं का योगदान. സമൂഹ നിർമ്മാണത്തിൽ പൊതുസ്ഥലങ്ങളുടെ സംഭാവനകൾ, അതാണ് എഴുതാനുള്ളത്. അത് സാർവജനിക് എന്തൊക്കെയാണ് സൂചനകൾ കൊടുത്തിരുന്നത്? സാമാജികത കാ സംഗം സ്ഥാൻ, दूसरों के सुख दुख पर हमदर्दी, ഘടത്തി സാർവജനിക് ജഗഹേം, സ്വാതി കി ജീത്, പ്രാസംഗികത. ഇത്രയുമാണ് സൂചനകൾ. ആ സൂചനകൾ വെച്ചിട്ട് ഒരു ലേഖ് ലിഖനേക്കോ ബതായ ഗയാ ഹെ. ആദ്യമായിട്ട് നമുക്ക് ടൈറ്റിൽ എഴുതുക. ടൈറ്റിൽ സെയിം തന്നെ, സമാജ് നിർമ്മാൺ മേ സാർവജനിക് ജഗഹോं का योगदान. समाज निर्माण में सार्वजनिक जगहों का योगदान है. സമൂഹ നിർമ്മാണത്തിൽ പൊതുസ്ഥലങ്ങളുടെ സംഭാവന വളരെ വലുതാണ്. സമാജ് മേ വിഭിന്ന ജാതി ധർമ്മ ആചാർ വിചാർ കെ ലോക് മിൽ ജുൽ കർ രഹത്തെ ഹെ. ഈ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ജാതികളും മതങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലുമുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഏക് ദൂസരെ കെ സഹयोग के बिना कोई भी नहीं जी सकता. പരസ്പര സഹകരണമില്ലാതെ ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. दूसरों के सुख दुख സാർവജനിക് ജഗഹേം സാമാജികത കാ സംഗം സ്ഥാൻ ഹേ. ഈ പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികതയുടെ സംഗമഭൂമിയാണ്. അതായത് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള ഒരു സംഗമ സ്ഥാനമാണ്. दूसरों के सुख दुख पर हमदर्दी जताने के लिए ऐसी जगहें बहुत सुविधापूर्ण है. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകുന്നതിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെയേറെ സൗഹൃദപ്രദമാണ്. എല്ലാവർക്കും ഒന്നിച്ചു വന്ന് ഇരിക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൊതുസ്ഥലങ്ങളാണ്. और घटती सार्वजनिक जगह आज के ज़माने की बड़ी चुनौती है. ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന പൊതുസ്ഥലങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. നദി നാലയും और झीलों के किनारे के सार्वजनिक स्थानों पर अब बड़े बड़े फ्लैट बनाए जा रहे हैं. ഇന്ന് നദികളുടെയും തോടുകളുടെയും തടാകങ്ങളുടെയും ഒക്കെ തീരത്തുള്ള പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ വലിയ വലിയ പാർപ്പിട സമുച്ചയങ്ങളാണ് തലയുയർത്തി പണിതുകൊണ്ടിരിക്കുന്നത്. സാർവജനിക് മൈതാനോं पर ബഹുരാഷ്ട്രീയ കമ്പനിയോं का कब्जा है. ഇന്ന് പൊതുമൈതാനങ്ങൾ പോലും ബഹുരാഷ്ട്ര കമ്പനികൾ കൈയടക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അബ് സർവത്ര സ്വാർത്ഥത കി ജീത് ഹേ. ഇപ്പം എവിടെ നോക്കിയാലും എവിടെയായാലും സ്വാർത്ഥതയാണ് കൊടികുത്തി വാഴുക, സ്വാർത്ഥതയാണ് വിജയിക്കുന്നത്. സാർവജനിക് ജഗഹോं का സംരക്ഷൺ ആജ് കി പ്രാസംഗികത കാ മഹാൻ കാര്യ ഹേ. പൊതുസ്ഥലങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വലിയ വിഷയം തന്നെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ് കവിത പർ ആസ്വാദൻ ടിപ്പണി ലിഖി. ഈ കവിതയെക്കുറിച്ച് ആസ്വാദൻ ടിപ്പണി എഴുതാൻ. ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ ആദ്യം കവിയെക്കുറിച്ച് 1-2 വാക്യങ്ങൾ എഴുതുക. ആ കവിതയെ എന്താണ് സൂചിപ്പിക്കുന്നതെന്നും എഴുതുക. कविता पर आस्वादन टिप्पणी. चंद्रकांत देवताले समकालीन हिंदी साहित्य के जनवादी कवियों में प्रमुख है. ചന്ദ്രകാന്ത് ദേവതാലെ സമകാലീന ഹിന്ദി സാഹിത്യത്തിലെ ജനവാദി കവികളിൽ പ്രമുഖനാണ്. പത്തർ കി ബെഞ്ച് കവിതാമേ കവിനെ വർത്തമാന പീഡി കി പുകാർ കോ വാണി ദി ഹെ. ഈ പത്തർ കി ബെഞ്ച് എന്ന കവിതയിൽ കവി ഈ തലമുറയുടെ മുറവിളിയാണ് മുഖരിതമാക്കുന്നത്. എഹം പാർക്ക് മേ വർഷവും പുരാന പത്തർ കി ഏക് ബെഞ്ച് ഹെ. ഇവിടെ പാർക്കിൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കല്ലിൻ്റെ ബെഞ്ചുണ്ട്. ഉസ് പർ और उसके आसपास कितनी पीढ़ियों की न जाने कितने सुख दुख प्रेम अवसाद വിശ്രാം ഉത്സാഹ की സംവേദനശീൽ സ്മൃതിയാം സൂയി പടി ഹേ. ആ ബെഞ്ചിലും അതുപോലെ അതിൻ്റെ ചുറ്റുപാടിലും എത്രയോ തലമുറകളുടെ സുഖവും ദുഃഖവും സ്നേഹവും നിരാശയും വിശ്രമവും ഉത്സാഹവും അതുപോലെ സംവേദനശീലങ്ങളായ ഒരുപാട് ഓർമ്മകളും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എഹ് ബെഞ്ച് കിസ്നെ ബനായി കബ്സെ എഹാം പഠിഹെ കോന്ന ജാനെ. ഈ ബെഞ്ച് എപ്പോഴുണ്ടാക്കി എന്ന് മുതലാണ് ഇവിടെ കിടക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. बेंच पर जीवन की विभिन्न अवस्थाओं के प्रतिनिधियों के रूप में एक बच्चा, एक युवक, एक वृद्ध सुस्ताते हैं. ഈ ബെഞ്ചിൽ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥയിലുള്ള പ്രതിനിധികളുടെ രൂപത്തിൽ ഒരു കുട്ടി, ഒരു യുവക, ഒരു വൃദ്ധ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവസ്ഥകൾ വിശ്രാം ലേത്തെ ഹെ और अपनी സ്മൃതിയോമേ ഖോ ജാത്തെ ഹെ. അവർ തങ്ങളുടെ
സ്മരണയിൽ ഇങ്ങനെ മുഴുകുന്നു. സ്മൃതിയോമേ ഖോജാന എന്ന് വെച്ചാൽ താന്താങ്ങളുടെ അപ്പനെ സ്മൃതിയോമേ ഖോത്തെ ഹേ ഇസ്കാ മത്ലബ് ഹേ താന്താങ്ങളുടെ ആ സ്മരണകളിൽ മുഴുകിയിരിക്കുന്നു. और यहाँ पत्थर की बेंच समाज के कमजोर व्यक्तियों को इनगिने अवसरों पर मिलन वाली थोड़ी सी सुविधा का प्रतीक है. ഇവിടെ ഈ കൽ ബെഞ്ച് എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യക്തികൾക്ക് ചുരുക്കം ചില അവസരങ്ങളിൽ ലഭിക്കുന്ന അല്പം സൗകര്യങ്ങളുടെ പ്രതീകങ്ങളാണ്. पर वह भी आसानी से नहीं मिलती, അതുപോലും എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. उसे पाने के लिए आदमी का गला भी खोन सकता है. അത് നേടുന്നതിനായിട്ട് മനുഷ്യൻ്റെ കഴുത്ത് ഞെരിക്കാൻ തയ്യാറായേക്കാം. അതായത് ഈ പത്രക്ക് ബെഞ്ചിരിക്കുന്ന സ്ഥാനം കൈയടക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഹത്യാ പരമ്പര തന്നെ ആരംഭിച്ചേക്കാം എന്ന കവിതയിൽ സൂചിപ്പിക്കുന്നത്. കവിക്ക് ആശങ്ക ഏക് ഹേ കി സ്വാർത്ഥി മാനവ് ഇസ് പത്രക്ക് ബെഞ്ച് കെ ലിയെ ഭി സംഘർഷ ശുരു കരേഗ. കവിയുടെ ആശങ്ക ഇതാണ്, സ്വാർത്ഥരായ ഇന്നത്തെ മനുഷ്യർ ഈ ബെഞ്ചിന് വേണ്ടി എപ്പോഴാണ് സംഘർഷം ആരംഭിക്കുക. ഉസെ ഉഘാട് കർ ലേ ജായ അവർ ദോടാ ഭി ജാ സക്താ ഹേ. ഒന്നുകിൽ അതിനെ ഇവിടുന്ന് കടയോടെ പിഴുതെറിയാം, അല്ലെങ്കിൽ അതിനെ അവിടെ പൊട്ടിച്ചു കളയാനും കഴിയും. പാർക്ക് മേ ഭടക്തെ കവിത കെ വാചക കോ ഭി സാദൈ ഏസി ആശങ്ക ബിഗൽ കർ രഹി ഹോഗി. പാർക്കിൽ ചുറ്റിത്തിരിയുന്ന ഈ കവിത വായനക്കാരുടെ മനസ്സിനെയും ഇങ്ങനെ അസ്വസ്ഥത ഉളവാക്കും. सरल भाषा में लिखी गई यह कविता आज भी प्रासंगिक और चिंतन करने लायक है. ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ആധുനിക കവിത ഇന്നും സാന്ദർഭികവും വളരെ ചിന്തയ്ക്കുതകുന്നതുമാണ്, ചിന്തിക്കാൻ തക്കതുമാണ്. ഇതാണ് കവിതയുടെ ആസ്വാദന ടിപ്പണി. ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കവിയെക്കുറിച്ച്, കവിയുടെ പുരസ്കാരങ്ങളെക്കുറിച്ചും കവിയുടെ രചനകളെക്കുറിച്ചുമുള്ള ഒരു 3-4 സെൻറ്റൻസ് എഴുതുക. അത്രയും എഴുതി കഴിഞ്ഞാൽ കവിതയുടെ ആസ്വാദന ടിപ്പണി സമ്പൂർണ്ണമാകും. അപ്പോൾ എല്ലാവർക്കും കവിതയും കവിതയുടെ ആശയവും അനുവർത്തി കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ധന്യവാദം.